ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിംഗിൾസിന്റെ ലവ് മെസ്സേജസ് ആണ്. നിങ്ങൾക്ക് പുതിയൊരാളെ ലൈഫിലേക്ക് വരുമോ, അവരെങ്ങനെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, എല്ലാം നമുക്ക് ഈ കാർഡിലൂടെ നോക്കാം. ഓക്കെ, സോ കാർഡ്സ് എല്ലാം ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുവാണ്. നമുക്ക് നിങ്ങളുടെ എനർജീസ് അവരുടെ എനർജീസിലോട്ട് പോവാം. സോ നമുക്ക് നിങ്ങളുടെ ചുറ്റിപ്പറ്റിയുള്ള എനർജീസ് നോക്കാം. ഫോർ ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സ്ഡ്, കിങ് ഓഫ് വാൺസ് റിവേഴ്സ്ഡ്. ഓക്കെ, സോ എനിക്ക് കാണാൻ പറ്റുന്ന എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റിനുമുള്ളത് ഒരു ഫയർ എനർജിയാണ്. ഈ ഫയർ എനർജി എന്ന് വെച്ചാൽ ഫയർ എനർജി ആയ ലിയോ, സാജിറ്റേറിയസ്, ഏരീസ് ആകാം. ഇവിടെ ഒരുപാട് പാഷനും ഇൻസ്പിറേഷനും കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പോകുന്ന ഈ വ്യക്തിക്ക് ഓൾറെഡി എന്തോ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തോ, അല്ലെങ്കിൽ എന്തോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ എൻഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കാം. ഒന്നെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പലതരം പല ബ്രേക്കപ്സും കഴിഞ്ഞ് വരുന്ന ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരാളായിരിക്കും. ഓക്കെ, പക്ഷെ അവരെന്തോ ഒരു എൻഡിങ് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ ഈ വ്യക്തിനെ ഓൺലൈനിൽ കൂടെ ആയിരിക്കും കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ ഡേറ്റിംഗ് സൈറ്റോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കും ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിയൽ ആയിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഈ ഒരു പരിചയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പുതുക്കുന്നത് ഓൺലൈൻ മീഡിയ കൂടെ ആയിരിക്കും. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് പാഷൻ കൊണ്ടുവരും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇയാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ഒരുമാതിരി ഒരു ഫസ്റ്റ് ലവ്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഏജ് ഉള്ളവരായാലും ഒരു കുഞ്ഞു പിള്ളേരുടെ കൂട്ട് അല്ലെങ്കിൽ ഒരു ടീനേജ് ലവ് പോലെ, ഫസ്റ്റ് ലവ് വരുന്നത് പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. ഒരു വയറ്റിൽ കൂടെ ബട്ടർഫ്ലൈസ് വരുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. അവരെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകും ആ വ്യക്തിയോട്. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു മാർഷ്യൽ ആർട്സ് അല്ലെങ്കിൽ ബോക്സിങ് അല്ലെങ്കിൽ ഒരു ജിം വർക്കൗട്ട്, അങ്ങനെ ഒരുപാട് വർക്കൗട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഒന്നെങ്കിൽ മാർഷ്യൽ ആർട്സ് അല്ലെങ്കിൽ ബോക്സിങ്, പിന്നെ വർക്കൗട്ട്, ജിമ്മിലൊക്കെ പോകുന്ന ഒരാൾ, ഒരു ജിം ട്രെയിനർ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് മാത്രമല്ല, ഈ വ്യക്തിനെ നിങ്ങൾ കുറച്ചും കൂടെ യങ്ങറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ കോളേജിലോ മീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്തപ്പോൾ കണ്ടുമുട്ടിയ ഒരാളായിരിക്കും. ഈ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിലോട്ട് വന്നാൽ ഒരു പ്രൊട്ടക്റ്റീവ്നെസ്സും പൊസസീവ്നെസ്സും ഒക്കെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇനി നമുക്ക് യൂണിവേഴ്സിന് ഈ റിലേഷൻഷിപ്പിനെ പറ്റി പറയാനുള്ള എന്താ നോക്കാം. സോ 3 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ്. സോ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു പ്യുവർ ആൻഡ് ഹോണസ്റ്റ് റൊമാൻസ് ആയിരിക്കും. ഒരു എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും കള്ളത്തരങ്ങളില്ലാതെ നല്ലൊരു പ്യുവർ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും യൂണിവേഴ്സിന് നിങ്ങൾക്ക് ബ്ലെസ് ചെയ്യാനുള്ളത്. അത് മാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിൽ യങ്ങറായിരിക്കും. യങ്ങറാണെന്ന് വെച്ചാൽ ഒരു ഇയർ ഡിഫറൻസ് വേണമെന്നില്ല, ചിലപ്പോൾ മാസങ്ങളുടെ ഡിഫറൻസ് തന്നെ ആയിരിക്കാം, പക്ഷെ യങ്ങറായിട്ടാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് സോർഡ്സ്. സോ ഇതിനകത്ത് കാണുന്നത് നിങ്ങളിലോ ആരോ ഒരാൾക്ക്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു കുട്ടി ഉണ്ടായിരിക്കാം. കുട്ടികളുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഈ റീഡിങ് കാണുന്ന നിങ്ങൾക്ക് തന്നെ കുട്ടികൾ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇത് ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ചിലവരിൽ കാണുന്നത്, മീൻസ് ചിലവരിൽ ഇത് ഫാമിലി ത്രൂ വരുന്ന ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു ബ്ലഡ് റിലേഷൻ അല്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫാമിലി ആയിട്ട് എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ. പിന്നെ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വെഹിക്കിൾ, ഒരു വാഹനം ഓൾറെഡി ഓൺ ചെയ്യുന്നുണ്ടാവും. കാറോ അല്ലെങ്കിൽ കാറ്, ബസ്, എന്ത് വേണമെങ്കിലും എന്തോ ഒരു വെഹിക്കിൾ ഉണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഷോപ്പിംഗ് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇയറിംഗ് ആയിട്ട് ഒന്നെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു കമ്മൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇയറിംഗ്, എന്തോ ഒരു ബന്ധം ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ എനിക്ക് കാണുന്നത് വെച്ചാൽ ഇയാളൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഒരുപാട് വരയ്ക്കുന്നത് അല്ലെങ്കിൽ പോർട്രേറ്റ് ഡ്രോയിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. സോ ഇതാണ് സിംഗിൾസ് നിങ്ങളുടെ റീഡിങ്. ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.